ഇതാക്കാം മഴക്കാലം അതെ പലരുടെയും വയറിൽ കളരിപ്പയറ്റ് അരങ്ങേറുന്നൊരു സമയമാണ്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയും. വയറിളക്കം, ഛർദി, ഓക്കാനം ഇതൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആവുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൻ്റെ ടൈമാണ് ഇപ്പോൾ. അതെ, ഈ മഴ മനോഹരമായ ഒരു വെള്ളമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇതേപടി നമ്മുടെ വയലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ഒരുപാട് സൂക്ഷ്മജീവികളും അവരും ഇത് ആസ്വദിക്കുകയാണല്ലോ. നമ്മൾ വയറ്റിക്ക് എത്തിയിട്ട് അത് എന്താക്കും, ചിലപ്പോൾ ബാക്ടീരിയ ആവും, ചിലപ്പോൾ വൈറസ് ആവും, ചിലപ്പോൾ പാരസൈറ്റ്സ് ആവും. അത് നമ്മളെ വയറിനെ അങ്ങോട്ട് അസ്വസ്ഥാക്കിയിട്ട് അവസാനം എന്താക്കും, അത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആയിട്ട് പരിവർത്തനം ചെയ്തിട്ട് വയറിളക്കവും ഛർദിയൊക്കെ വരുന്ന സമയമുണ്ടോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഉപകാരമാവില്ല, മനുഷ്യന്മാർക്ക് ഉപകാരമാകുമല്ലോ. ഓക്കെ, വയറിൽ നീർവീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് കുളമാവുന്നൊരവസ്ഥയാണ് ഈ ബാക്ടീരിയയും ഇതുപോലത്തുള്ള സൂക്ഷ്മജീവികൾ വന്നിട്ട് കുളമാവുന്നൊരവസ്ഥയാണ് ഈ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഫുഡ് പോയ്സണിങ്ങും അത് തന്നെയാണ്. ഓക്കെ, ഫുഡ് പോയ്സണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഈ അണുക്കൾ പ്രവേശിച്ചിട്ട് അത് കാരണമായിട്ട് ഈ സൂക്ഷ്മജീവികൾ നമ്മുടെ ഉള്ളിലെത്തുകയും എന്നിട്ട് നമ്മളെ വയറ് കോളാവുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കാണിക്കുക? ഓക്കാനം, ഛർദി, വയറിളക്കം, ശക്തമായുള്ള വയറുവേദന, ചിലപ്പം പനിയും നല്ല വിറയലോടുള്ള പനി, ചിലപ്പോൾ നരകത്തിൽ നിന്നുള്ള ഒരു കോംബോ പാക്സ് എന്ന് പറയുന്ന പോലെ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇല്ലാത്ത ഭക്ഷണം എത്തിയിട്ടാണ് കൂടുതലും ഇത് ഉണ്ടാവുക, മനസ്സിലായില്ലേ? നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ സ്റ്റോർ ചെയ്തിട്ടില്ല, അതിലൂടെ വരാം. ചിലപ്പം ശരിയായ രീതിയിൽ പാചകം ചെയ്തിട്ടില്ലെങ്കിലും ഇത് വരാം. ശരിയായ രീതിയിൽ ചിലപ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ഒക്കെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ കഞ്ഞി പോലത്തെ ലഘുപാനീയങ്ങൾ കഴിക്കുക, നേന്ത്രപ്പം പോലത്തെ പഴങ്ങൾ കഴിക്കുക, മറ്റ് പഴങ്ങളൊക്കെ കഴിക്കുക കേട്ടോ. നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. കൈകൾ ശരിക്കും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെയും വരാം കേട്ടോ. ORS വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ, മനസ്സിലായില്ലേ? ORS നന്നായിട്ട് കഴിക്കണം. അതിൻ്റെ രുചിയൊക്കെ ആലോചിച്ച് ചിലവർ കഴിക്കാറില്ല, അങ്ങനെയൊന്നും ചെയ്യരുത്, നമ്മൾ കഴിക്കുക. ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കൈകൾ വാഷ് ചെയ്യുന്നൊരു ശീലം ഉണ്ടാക്കണം. ഭക്ഷണം കഴിച്ചിട്ടും അതിൻ്റെ മുമ്പും അത് കഴിഞ്ഞും ഇനി പുറത്തിറങ്ങി വന്നാലൊക്കെ നമ്മൾ വാഷ് ചെയ്യുക. പിന്നെ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. പിന്നെ ഇതുപോലെ ഔട്ട് ബ്രേക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ട്രീറ്റ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ബാക്കിയായ ഭക്ഷണങ്ങൾ ശരിയായി ചൂടാക്കിയിട്ട് ശരിയായ രീതിയിൽ പ്രിസർവ് ചെയ്യാൻ നോക്കുക. പിന്നെ ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്യണം കേട്ടോ. നമ്മളെ വയറ് ഒരു പരീക്ഷണശാല അല്ല കേട്ടോ. അതിൽ അപകടങ്ങൾ ഉണ്ടാക്കാതെ ഇതുപോലെ അപകടകരമായ സൂക്ഷ്മജീവികൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കൽ നമ്മൾ ഓരോരുത്തരെയും ബാധ്യതയാണ്. ഓക്കെ.